Good morning, all. In the last class, we had discussed about the diagrams, which is a form of presentation of data. Today, in this session, we will be dealing about the second type of presentation of data, which is by using graphs. So, our topic is graphs of frequency distribution. First of all, let us see what is meant by graph. ഗ്രാഫ് എന്ന് വെച്ചാൽ അതൊരു ടൈപ്പ് ചാർട്ടാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈൻസിൻ്റെയോ കർവ്സിൻ്റെയോ രൂപത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ട്. ആ ചാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫ്. ടൈം സീരീസ് ആസ് വെൽ ആസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കാണിക്കാൻ നമുക്ക് ഗ്രാഫ് യൂസ് ചെയ്യാം. ഗ്രാഫിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത്, ഈവൻ കോംപ്ലക്സ് ഡേറ്റാസ് വരെ നമുക്ക് പെട്ടെന്ന് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും ഗ്രാഫിൽ. പെട്ടെന്ന് ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടും, ഒരു അട്രാക്ഷൻ ഉണ്ട്, അട്രാക്റ്റ് ചെയ്യുന്നു. ദെൻ ഗ്രേറ്റ് മെമ്മറൈസിങ് എഫക്റ്റ്. നമുക്ക് സാധാരണ ഒരു ഡേറ്റ തന്നത് വായിച്ചാൽ ഓർമ്മ നിൽക്കുന്നതിനേക്കാളും ഒരു ഗ്രാഫ് ആണെങ്കിൽ ഗ്രാഫ് കണ്ടാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ അത് സ്ട്രൈക്ക് ചെയ്യും, ഓർമ്മയിൽ നിൽക്കും. കമ്പാരിസൺ ഓഫ് ഡേറ്റ പോസിബിൾ ആണ്. അതുപോലെ തന്നെ പൊസിഷണൽ ആവറേജുകൾ കണ്ടുപിടിക്കാൻ പറ്റും. പല ടൈപ്പ് പൊസിഷണൽ ആവറേജ് ഉണ്ട്, മീഡിയൻ, മോഡ്, ക്വാർട്ടൈൽസ്, അങ്ങനെ. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ഇത്ര അറിഞ്ഞാൽ മതി. ഗ്രാഫ് യൂസ് ചെയ്ത് പൊസിഷണൽ ആവറേജസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഏതൊക്കെ രീതിയിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് പോസിബിൾ ആണ്? ഒന്നാമത്തേത് ഹിസ്റ്റോഗ്രാം, ദെൻ ഫ്രീക്വൻസി പോളിഗൺ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് ഓർ ഒഗ്യൂസ്. ഇങ്ങനെ 3 ടൈപ്പാണ് മെയിനായിട്ടുള്ളത്: ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, അതുപോലെ ഒഗ്യൂസ്. അതിലാദ്യത്തേത് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷനാണ്. ഇവിടെ ചെയ്യുന്നത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് വെർട്ടിക്കൽ ബാർ യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യുന്നു. നമ്മൾ സാധാരണ ബാർ ഡയഗ്രാം പഠിച്ചില്ലായിരുന്നോ? അതുപോലെ തന്നെ ഇവിടെ സാധാ സിമ്പിൾ ബാർ ഡയഗ്രാം തന്നെ അടുപ്പിച്ചടുപ്പിച്ച് വരും, ഇടയ്ക്ക് ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ക്ലാസ് ഇൻ്റർവെലിനെ ആയിരിക്കും ബേസിസ് ആയിട്ട് എടുക്കുക. ഫ്രീക്വൻസി എത്രയാണോ അല്ലെങ്കിൽ വാല്യൂ എത്രയാണോ അതിനെ ഹൈറ്റ് ആയിട്ടും എടുക്കും. ഇവിടുത്തെ പ്രത്യേകത ഇതാണ്, ബാർസിന് ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല. ദർ വിൽ ബി നോ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ബാർസ് ഇൻ എ ഹിസ്റ്റോഗ്രാം. ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി എന്നിട്ടുണ്ട്. ക്ലാസ് എന്ന് വെച്ചാൽ 10 to 20, 10നും 20നും ഇടയിലുള്ള വാല്യൂ 5. ആ രീതിയിൽ കുറച്ച് ഡേറ്റാസ്. ഗ്രാഫ് നോക്കാം. ഇപ്പം എങ്ങനെ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം എക്സ് ആക്സസും വൈ ആക്സസും വരയ്ക്കുക. എക്സ് ആക്സസിൽ ക്ലാസ് ഇൻ്റർവെൽ 10, 20, 30, 40 ആ രീതിയിൽ കൊടുക്കുക. ദെൻ ഫ്രീക്വൻസി നമുക്കുള്ളത് 5, 10, 12, 15 ആ രീതിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്നെങ്കിൽ 0 to 4 ആ രീതിയിലൊരു അപ് ടു 20 വരെ പോവുക. അപ്പോൾ അത് കുറച്ചധികം ലെങ്തി ആയിരിക്കും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 5, 10, 15 എന്ന രീതിയിൽ വൈ ആക്സിസിൽ ഫ്രീക്വൻസി എടുത്തേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഇവിടെ 5, 10, 15, 20 അങ്ങനെയാണ് വൈ ആക്സിസിൽ എടുത്തേക്കുന്നത്. ആദ്യത്തെ ക്ലാസ് ഏതായിരുന്നു? 10 to 20. 10 to 20യുടെ ഫ്രീക്വൻസി എത്രയാണ്? 5. അപ്പോൾ 10നും 20നും ഇടയിൽ ഇതുപോലെ 10നും 20യുടെ ഇടയിൽ 5ന് നേരെ ഒരു ബാർ വരയ്ക്കുന്നു. ദെൻ അടുത്തത് 20 to 30. അപ്പോൾ ഇപ്പം നിർത്തിയ ബാറിൻ്റെ അവിടെ നിന്ന് ഈ 20യുടെ ഇവിടെ നിന്ന് 30 വരെയുള്ളതാണ് അടുത്തത്. അതിൻ്റെ വാല്യൂ ഫ്രീക്വൻസി 10 ആണ്. അപ്പോൾ അതിൻ്റെ നേരെ എത്ര വരണം? 10 വരണം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, ഈ ബാറിനിടയിൽ എന്തില്ല? ഗ്യാപ്പില്ല, അടുപ്പിച്ചടുപ്പിച്ചാണ് വരയ്ക്കുന്നത്. 30 to 40 വാല്യൂ നോക്കിയേ, 12 ആണ് ഫ്രീക്വൻസി.
അപ്പോൾ ഇവിടെ 30 to 40 അവിടെ ഏകദേശം 12 അവിടെ ആയിട്ടായിരിക്കും ബാർ വരയ്ക്കുന്നത്. അതുപോലെ ഓരോന്നും ഇതിൽ ഹയസ്റ്റ് ഡേറ്റ വരുന്നത് 50 to 60 അവിടെയാണ്. വാല്യൂ 20 നോക്കാം, കണ്ടോ 20 അവിടെ 50 to 60 കൊടുത്തേക്കുന്നു. ഇവിടെ എല്ലാ ബാർസിനും ഈക്വൽ ആയിട്ടുള്ള വിഡ്ത്ത് ആയിരിക്കും, ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവത്തില്ല. ഇതാണ് ഹിസ്റ്റോഗ്രാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്, ഹിസ്റ്റോഗ്രാമാണ്. പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും, നമുക്ക് നോക്കാം. ക്ലാസ് തന്നിട്ടുണ്ട് 10 to 19, 20 to 29, 30 to 39, 40 to 49, 50 to 69. നേരത്തെ കേസിൽ 10 to 20, 20 to 30 അങ്ങനെയാണ് തന്നത്. പക്ഷെ ഇവിടെ ലോവർ ലിമിറ്റ് 10, അപ്പർ ലിമിറ്റ് 19. പക്ഷെ അടുത്തതിൻ്റെ ലോവർ ലിമിറ്റ് 19 അല്ല 20ആണ്. ഇടയ്ക്കൊരു ഗ്യാപ്പ് പോലെ ഉണ്ട്, കണ്ടിന്യൂസ് അല്ല തന്നേക്കുന്ന ഡേറ്റ. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ വരുമ്പോൾ ഇൻക്ലൂസീവ് ഫോമിലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്ക്ലൂസീവിലോട്ട് മാറ്റണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ്. ഇൻക്ലൂസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? അപ്പർ ലിമിറ്റ് ഇൻക്ലൂഡഡ് ആണ്. എക്സ്ക്ലൂസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൽ എക്സ്ക്ലൂഡഡ് ആണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനൊരു കേസാണ് വരുന്നതെങ്കിൽ ഇൻക്ലൂസീവ് ഫോം മാറ്റി എക്സ്ക്ലൂസീവ് ആക്കണം. അതായത് 10 to 20, 20 to 30 ഏകദേശം ആ ഒരു രീതിക്ക് ആക്കണം. അപ്പോൾ ഇവിടെ അതിന് ചെയ്യേണ്ടത്, ഇവിടെ അല്ല ഏതൊരു കേസിലും ഇൻക്ലൂസീവ് മാറ്റാൻ ചെയ്യേണ്ടത് അപ്പർ ലിമിറ്റും അതുപോലെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം. ഏതിൻ്റെ അപ്പർ ലിമിറ്റ്? ആദ്യത്തെ ക്ലാസ്സിൻ്റെ അല്ല കേട്ടോ, രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും ലെഫ്റ്റിലെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും തമ്മിൽ കുറയ്ക്കുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെ നോക്കിയേ, രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 20 അല്ലേ. 19 - 20/2 എന്ന് ചെയ്യാൻ പറ്റത്തില്ല, -0.5 എന്ന് വരും. അതുകൊണ്ടാണ് നമ്മൾ 20 - 19/2 എന്ന് എടുക്കുന്നു. അപ്പോൾ 0.5 എന്നാണ് കിട്ടുന്നത്. അതായത് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടറാണ് കണ്ടുപിടിച്ചത് 0.5. അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് എല്ലാ ക്ലാസ്സിൻ്റെയും ലോവർ ലിമിറ്റിൽ നിന്നും അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ കുറയ്ക്കണം. അതുപോലെ അപ്പർ ക്ലാസ്സിൻ്റെ കൂട്ടത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ കൂട്ടണം. കിട്ടിയോ? ലോവർ ലിമിറ്റിൽ നിന്ന് ഈ കിട്ടിയ ആൻസർ കുറയ്ക്കുക, അപ്പർ ലിമിറ്റിൻ്റെ കൂടെ ഈ കിട്ടിയ ആൻസർ കൂട്ടുക. അപ്പോഴത്തേക്ക് നോക്കിയേ, 10 to 19 അല്ലായിരുന്നു ആദ്യത്തെ ക്ലാസ്. 10 നിന്ന് 0.5 കുറച്ചാൽ 9.5 എന്ന് കിട്ടും. അതുപോലെ 19ൻ്റെ കൂടെ 0.5 ആഡ് ചെയ്താൽ 19.5 എന്ന് വരും. അപ്പോൾ ഇപ്പോൾ ക്ലാസ് എന്തായി? ഏറ്റവും താഴെ കാണിച്ചിരിക്കുന്നത് ക്ലാസ് 9.5 to 19.5. അതുപോലെ അടുത്ത ക്ലാസ് 20 to 29 ആണ്. അതും ഇതുപോലെ ചെയ്യുമ്പോൾ 19.5 to 29.5 എന്ന് കിട്ടും. ഇതുപോലെ എല്ലാ ക്ലാസ്സും മാറ്റുക. ലാസ്റ്റത്തെ ക്ലാസ് എനിക്ക് 49.5 തൊട്ട് 69.5 വരെ എന്ന് കിട്ടും. ഫ്രീക്വൻസിക്ക് മാറ്റമൊന്നുമില്ല, അത് അതുപോലെ എഴുതുക. 8, 12, 20, 16 and 5. ഓക്കെ. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. തന്നേക്കുന്ന വാല്യൂവിൽ 40 to 49 ഉണ്ട്. ദെൻ 50 to 59 അല്ല, 50 to 69 ആണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ബാറിൻ്റെ വിഡ്ത്ത് മാറുമെന്നേ ഉള്ളൂ, അതല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എപ്പോഴും ഈക്വൽ വിഡ്ത്ത് ആകണമെന്ന് നിർബന്ധമില്ല. സാധാരണഗതിക്ക് ഒരേപോലെയാണ് തന്നേക്കുന്നത്, നമ്മൾ ഈക്വൽ വിഡ്ത്തിൽ എടുക്കുമെന്നേ ഉള്ളൂ. എന്നിട്ടിപ്പോൾ ഈ കിട്ടിയ വാല്യൂസ് പ്ലോട്ട് ചെയ്യുവാണ്. എക്സ് ആക്സിസിൽ ക്ലാസ് ഇൻ്റർവെൽസ് കാണിക്കുന്നു. 9.5, 19.5, 29.5 അങ്ങനെ വാല്യൂസ്. 49.5 കഴിഞ്ഞ് അടുത്തത് വരേണ്ടത് ഏതാ? 59.5 ആണ്. അത് കഴിഞ്ഞിട്ടാണ് 69.5 വരുന്നത്. അതാണ് ആ ഒരു ഗ്യാപ്പ് അവിടെ ഇടയ്ക്ക് കിടക്കുന്നത്. അതുപോലെ വൈ ആക്സിസിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 5, 10, 15 എന്ന രീതിയിൽ കൊടുത്തേക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2, 4 ആ രീതിയിൽ കൊടുക്കുക.
അല്ലെങ്കിൽ 4, 8 അങ്ങനെ 4ൻ്റെ ഒരു ഗ്യാപ്പ് വെച്ചിട്ടോ ഏതെങ്കിലും ഒരു രീതിയിൽ കൊടുത്താൽ മതി വൈ ആക്സിസ്. അപ്പോൾ ആദ്യത്തേത് 9.5 to 19.5, അവിടുത്തെ വാല്യൂ എത്രയാണ്? 8. അപ്പോൾ അതിന് നേരെ 8 മാർക്ക് ചെയ്യുന്നു. ദെൻ അടുത്തതിന് നേരെ ഇവിടെ 12. ദെൻ നെക്സ്റ്റ് എത്രയാണ്? 20. ദെൻ അടുത്തത് 16. ഇനി അടുത്തത് 5 ആണ്. അത് എവിടെ നിന്ന് എവിടം വരെയാണ്? 49.5 തൊട്ട് 69.5 വരെയാണ്. അപ്പോൾ അത് കണ്ടോ, അവിടെ ആ ബാറിൻ്റെ വിഡ്ത്ത് കൂടുതലാണ്, ചെറുതല്ല, കുറച്ചുകൂടെ വലിപ്പമുണ്ട്. ഓക്കെ, വാല്യൂ അത് തന്നെ, 5 തന്നെ. ഇങ്ങനെയാണ് ഹിസ്റ്റോഗ്രാംസ് വരയ്ക്കുന്നത്. ഇനി താഴത്തൊരു ക്വസ്റ്റ്യൻ കൂടെ കാണിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പറയുന്നു, ലൊക്കേറ്റ് ഇറ്റ്സ് മോഡ് എന്ന് പറയുന്നു. മോഡ് ലൊക്കേറ്റ് വരയ്ക്കുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ്, അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇത് എങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. മോഡ് മാർക്ക് ചെയ്യാൻ ചെയ്യേണ്ടത്, നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു, ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നു. വരച്ചതിന് ശേഷം ഏറ്റവും ലെങ്ത് ഉള്ള ബാർ നോക്കുക. ഇവിടെ ഏറ്റവും ലെങ്ത് ഉള്ള ബാർ ഇതല്ലേ, 30 to 40. ഇതാണ് ഏറ്റവും നീളം കൂടിയ ബാർ. ആ ബാറിൻ്റെ ഏറ്റവും മുകളിലെ 2 എഡ്ജസ് ഇല്ലേ, എ എന്നും ഡി എന്നും കാണിച്ചിരിക്കുന്നത്, അവിടുന്ന് ഓപ്പോസിറ്റുള്ള ബാറിൻ്റെ അറ്റത്തുള്ള പോയിൻറ്റ്സ് ആയിട്ട് ജോയിൻ ചെയ്യുക. ഇതുപോലെ എക്സ് പോലെ ഇങ്ങനെ ജസ്റ്റ് ഓപ്പോസിറ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ മീറ്റ് ചെയ്യും. ആ പോയിൻറ്റിന് നമ്മൾ കൊടുത്തേക്കുന്ന പേരാണ് പി. അപ്പോൾ ABCD, പിന്നെ നടുക്കത്തെ പോയിൻ്റ്, മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് പി. ആ പി എന്ന് പറയുന്ന പോയിൻറ്റിൽ നിന്നും എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ടും അതുപോലെ വൈ ആക്സിസിന് പാരലായിട്ടും ഒരു ലൈൻ ഇങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യുക. ഒരു ഡോട്ടഡ് ലൈൻ കണ്ടോ, അങ്ങനെ ഒരു ലൈൻ കൺസ്ട്രക്റ്റ് ചെയ്യുക. അത് വന്ന് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണോ അതിനൊരു പേര് കൊടുത്തു ക്യൂ. ആ വാല്യൂ സ്കെയിലിൽ മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ ഏകദേശം 33.33 എന്ന് കിട്ടും, അല്ലെ 33.3 എന്ന് കിട്ടും. അപ്പോൾ അതായിരിക്കും ഈ ഒരു ഹിസ്റ്റോഗ്രാമിൻ്റെ മോഡ്. അപ്പം മോഡ് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ഏറ്റവും ലെങ്തുള്ള ബാർ എടുക്കുക, എന്നിട്ട് അത് തമ്മിൽ ജസ്റ്റ് ഇതുപോലെ മുകളിലെ പോയിൻറ്റ്സ് തമ്മിൽ ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണോ ആ പോയിൻറ്റിൽ നിന്നും എക്സ് ആക്സിസിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. അത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് എത്രയാണോ അതിൻ്റെ വാല്യൂ ആണ് മോഡ്. ഓക്കെ, ദെൻ അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി പോളിഗൺ ആണ്. ഇതൊരു ഗ്രാഫാണ്. ഫ്രീക്വൻസി പോളിഗൺ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനായിട്ട് വേണമെങ്കിൽ ആദ്യം ചെയ്യാം. അതായത് നമ്മൾ സാധാ വരയ്ക്കുന്ന പോലെ ബാർ ഡയഗ്രംസ് വരച്ചിട്ട് എല്ലാത്തിൻ്റെയും മിഡ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് അത് തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. 0യിൽ നിന്ന് ജോയിൻ ചെയ്ത് പോയി മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് ലാസ്റ്റ് ക്ലോസ് ചെയ്യുന്ന അവിടുത്തെ മിഡ് പോയിൻറ്റിൽ വന്ന് നിൽക്കണം. ആ ഒരു രീതിയാണ് ഒരെണ്ണം. പിന്നെയുള്ളൊരു മെത്തേഡ്, ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ മിഡ് പോയിൻ്റ് എടുത്തിട്ട് അതിന് നേരെയുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ കിട്ടിയ പോയിൻറ്റ്സ് മാത്രം വെച്ച് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുക. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ മെത്തേഡ് പ്രോബ്ലം വഴി നോക്കാം. ക്വസ്റ്റ്യൻ, ആഫ്റ്റർ കൺസ്ട്രക്റ്റിംഗ് എ ഹിസ്റ്റോഗ്രാം ഡ്രോ എ ഫ്രീക്വൻസി പോളിഗൺ. പിന്നെ ഇത് തന്നെ വിത്തൗട്ട് കൺസ്ട്രക്റ്റിംഗ് എ ഹിസ്റ്റോഗ്രാം ഡ്രോ എ ഫ്രീക്വൻസി പോളിഗൺ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, തന്നേക്കുന്ന ഡേറ്റ വെച്ച് നമ്മൾ നേരത്തെ പഠിച്ച രീതിയിൽ ഹിസ്റ്റോഗ്രാം വരയ്ക്കുക. ഹിസ്റ്റോഗ്രാം എന്ന് വെച്ചാൽ ഈ ബാർസ് വരയ്ക്കുക. എക്സ് ആക്സിസും വൈ ആക്സിസും അതാത് വാല്യൂസ് എടുക്കുന്നു, അതാത് ബാർസ് എടുക്കുന്നു. ഇനി ഫ്രീക്വൻസി പോളിഗൺ ചെയ്യാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ 0 ഇല്ലേ, സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്, 0യുടെയും 10ൻ്റെ ഇടയിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ദെൻ കിട്ടിയ എല്ലാ വാല്യൂസിൻ്റെ ആ ബാറിൻ്റെ മിഡ് പോയിൻ്റ് ഇവിടെ, ദെൻ ഇവിടെ, അങ്ങനെ എല്ലാ മിഡ് പോയിൻറ്റ്സിലും ഓരോ ഡോട്ട് ഇടുക. അതുപോലെ 60ക്കും 70ക്കും ഇവിടെ കാണിച്ചിരിക്കുന്ന തെറ്റാണ്. 60ക്കും 70ക്കും കറക്റ്റ് നടുക്കായിട്ട് ഒരു പോയിൻ്റ് കൂടെ മാർക്ക് ചെയ്യുക താഴത്തെ എക്സ് ആക്സിസിൽ.
എന്നിട്ട് ഈ കിട്ടിയ പോയിൻറ്റ്സ് എല്ലാം തമ്മിൽ സ്ട്രെയിറ്റ് ലൈൻ പോലെ ജോയിൻ ചെയ്തെടുക്കുക. ഈ കിട്ടിയ ലൈനാണ്, ആ ഒരു ഗ്രാഫ് പോലെ വന്നതിനെയാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് വിളിക്കുന്നത്. ഇതാണ് ആദ്യത്തെ മെത്തേഡ്, ഹിസ്റ്റോഗ്രാം വരച്ചിട്ടുള്ള മെത്തേഡ്. ഇനി ഇത് തന്നെ ഹിസ്റ്റോഗ്രാം വരയ്ക്കാതെ നമുക്ക് ചെയ്യാം, അത് നോക്കാം. രണ്ടാമത്തെ മെത്തേഡ് ഇതിങ്ങനെ. ഇവിടെ ചെയ്യേണ്ടത്, ആദ്യത്തെ ക്ലാസ് ഏതാ? 0 to 10. 0 to 10ൻ്റെ അവിടെ 0 to 10 ഇല്ല, 10 to 20 ഉള്ളത്, സോറി. അപ്പോൾ 0 to 10ൻ്റെ അവിടെ ആദ്യം മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തു. ദെൻ 10 to 20യുടെ മിഡ് പോയിൻ്റ് എത്രയാണ്? ഏകദേശം ഇവിടെ ഒരു 15 വരും. ആ 15ൻ്റെ നേരെ അവിടുത്തെ വാല്യൂ നോക്കണം. വാല്യൂ എത്ര വരും? 12 വരും. അപ്പോൾ 15ന് നേരെ ഇവിടെ ഒരു 12 മാർക്ക് ചെയ്യുന്നു, ജസ്റ്റ് ഒരു പോയിൻ്റ് കാണിച്ചു. ഇതുപോലെ അടുത്ത ക്ലാസ് 20 to 30, അതിൻ്റെ വാല്യൂ എത്രയാണ്? 18. ഇവിടെ 25ന് നേരെ 18, ദെൻ 35ന് നേരെ 25, 45ന് നേരെ 16, 55ന് നേരെ 10, ദെൻ 65ൻ്റെ അവിടെ ഒന്നുമില്ല, അപ്പോൾ 65ൻ്റെ നേരെ ജസ്റ്റ് ആ 0യുടെ അവിടെ ഒരു പോയിൻ്റ്. ഇനി ഈ പോയിൻറ്റ്സ് തമ്മിൽ ജസ്റ്റ് സ്കെയിൽ യൂസ് ചെയ്ത് ഓരോ പോയിൻറ്റുകളും തമ്മിൽ ജോയിൻ ചെയ്ത് വരിക. ഇപ്പോൾ കിട്ടിയതാണ് ഫ്രീക്വൻസി പോളിഗൺ. ഇവിടെ നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കാതെ തന്നെ ഫ്രീക്വൻസി പോളിഗൺ കൺസ്ട്രക്റ്റ് ചെയ്തു. ഇതാണ് ഫ്രീക്വൻസി പോളിഗണിൻ്റെ 2 മെത്തേഡ്സ്. ഇനിയുള്ളത് ഇതുപോലെ ഫ്രീക്വൻസി കർവ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ് കർവ്. ഇതിനെ ഫ്രീക്വൻസി കർവ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ചെയ്യുന്നത് ഇപ്പം ജസ്റ്റ് മുകളിൽ നമ്മൾ ചെയ്തതുപോലെ, ഈ രണ്ടാമത്തെ മെത്തേഡ് ഹിസ്റ്റോഗ്രാം ചെയ്ത പോലെ മിഡ് പോയിൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യുന്നു ഗ്രാഫിൽ. ഹിസ്റ്റോഗ്രാം ഒന്നും വരയ്ക്കത്തില്ല. ഈ മിഡ് പോയിൻറ്റുകൾ മാർക്ക് ചെയ്തിട്ട് നേരത്തെ സ്ട്രെയിറ്റ് ലൈനാണ് വരച്ചതെങ്കിൽ ഇവിടെ വെറുതെ കൈകൊണ്ട് ഫ്രീ ഹാൻഡായിട്ട് കൈകൊണ്ട് നമ്മൾ എല്ലാ പോയിൻറ്റും ജോയിൻ ചെയ്ത് ഒരു കർവ് പോലെ ആക്കിയെടുക്കുന്നു. ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസ് വന്നിട്ടുണ്ട്, ഫ്രീക്വൻസി വന്നിട്ടുണ്ട്, എക്സ്ക്ലൂസീവ് ഫോമാണ്, അതുകൊണ്ട് ഡയറക്റ്റ് വരച്ചാൽ മതി. പിന്നെ ഇവിടെ ആദ്യം ഒരു 0ക്കും 20നും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കൊടുത്തേക്കണുണ്ടോ? അത് കൊടുക്കാൻ കാര്യം 20 to 25, പിന്നെ 25 to 30 അങ്ങനെയാണ് ക്ലാസ് പോയേക്കുന്നത്. അപ്പോൾ 0ക്കും 20യുടെ ഇടയിൽ ഒന്നും കാണിച്ചിട്ടില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ ബ്രോക്കൺ ബാർ ഡയഗ്രാം കാണിക്കും. അതായത് ആ 0യുടെയും 20യുടെ ഇടയിൽ ഇതുപോലെ ജസ്റ്റ് കുറച്ച് 6 ആഗ് പോലത്തെ ലൈൻസ് കാണിക്കും. അതായത് അതിനിടയിൽ എന്തോ പോർഷൻ ഉണ്ട്, മിസ്സിങ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 20യുടെയും 25ൻ്റെ ഇടയിൽ ഏകദേശം നടുക്കായിട്ടുള്ള വാല്യൂ പോയിൻ്റ് എത്രയാണ്? 12. അപ്പോൾ 22.5ൻ്റെ നേരെ 12 മാർക്ക് ചെയ്തു. ദെൻ 27.5ൻ്റെ നേരെ 23, ദെൻ 28, 25, 15, പിന്നെ 47.5ൻ്റെ നേരെ ഒരു 7, അത്രയും മാർക്ക് ചെയ്യുന്നു. ദെൻ അടുത്തത് 50ക്കും 55നും ഇടയിലൊരു പോയിൻ്റ് ഉണ്ടല്ലോ, 52.5, അത് എക്സ് ആക്സിസിലായിരിക്കും 0യുടെ നേരെ. അപ്പോൾ അതും കൂടെ ഒന്ന് പോയിൻ്റ് ചെയ്യുന്നു. ഇനി ഈ കിട്ടിയ പോയിൻറ്റ്സ് എല്ലാം തമ്മിൽ ഒരു കർവായിട്ട് വരച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഫ്രീക്വൻസി കർവ്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇവിടെ ഗൂഗിൾ ക്ലാസ് റൂമിലോ കമൻറ്റ് ചെയ്യുക. ദെൻ ഒന്നുകൂടെ അസൈൻമെൻറ്റിൻ്റെ കാര്യം റിമൈൻഡ് ചെയ്യുവാണ്. 11-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇനിയിപ്പോൾ ഒരു ദിവസവും കൂടിയേ ഉള്ളൂ. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. നാളെ വൈകുന്നേരത്തിന് മുന്നേ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. ഒരാഴ്ചയെ കൂടുതലായി പറഞ്ഞിട്ട്, സോ എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞ് വരണ്ട. ലേറ്റ് സബ്മിഷൻ ആണെങ്കിൽ എനിക്ക് നിങ്ങൾ വെക്കുന്ന ഡേറ്റ് കറക്റ്റായിട്ട് അവിടെ കിട്ടും. അപ്പോൾ അതനുസരിച്ച് മാർക്ക് കൂടെ കുറച്ചായിരിക്കും ഇടുന്നത്. പിന്നെ അസൈൻമെൻറ്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതുപോലെ നോട്ട് എഴുതി വെക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ടോപ്പ് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങളുടെ പേരും ക്ലാസ്സും എല്ലാ പേജിലും എഴുതണം കേട്ടോ. താങ്ക് യു.